everyone, welcome back to Learn Semantics. നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ സിലബസ് വന്നു കഴിഞ്ഞു. ജൂലൈയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. വേഗം തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. Hydrogen is the first element in the periodic table. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആദ്യം കാണുന്ന എലമെന്റ് ആണ്. ഹൈഡ്രജന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറ്റോമിക് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഹൈഡ്രജന്റെ കയ്യിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s1 എന്ന് എഴുതും. അതായത് ആദ്യത്തെ ഓർബിറ്റില് എസ് ഓർബിറ്റലില് ഒരു ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ എസ് ഓർബിറ്റലിലാണ് വരുന്നത്. അപ്പൊ ഹൈഡ്രജൻ എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഹൈഡ്രജൻ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡൈഹൈഡ്രജൻ ആയിട്ടാണ്. അതായത് രണ്ട് ഹൈഡ്രജൻ കൂടി ചേർന്ന് H2 ആയിട്ടാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഹൈഡ്രജൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണുന്നതിലും മൂന്നാമത്തെ അബൻഡന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഗ്രൂപ്പായ ആൽക്കലി മെറ്റൽസും 17ാമത്തെ ഗ്രൂപ്പായ ഹാലോജൻസും ഇവര് രണ്ടുപേരും തമ്മിൽ ഇവര് രണ്ടുപേരുടെ സ്വഭാവവും ഹൈഡ്രജന്റെ സ്വഭാവവും തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഹൈഡ്രജനെ ആൽക്കലി മെറ്റൽസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ആൽക്കലി മെറ്റൽസിനേലും ഡിഫറെന്റ് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഹൈഡ്രജൻ ഉണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഹൈഡ്രജനെ ഹാലോജൻസിലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില പ്രോപ്പർട്ടീസും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജന് പീരിയോഡിക് ടേബിളിൽ ഒരു സ്പെഷ്യൽ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് കുറച്ച് നീക്കിയിട്ടാണ് നമ്മൾ ഹൈഡ്രജന് അങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാരണമാണ് ഇത് കേട്ടോ. അപ്പൊ ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസുമായിട്ടും ഹാലജൻസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്, അതേസമയം ചില വ്യത്യാസങ്ങളും ഉണ്ട്. ഓക്കെ, ഹൈഡ്രജന് ഐസോടോപ്പുകൾ ഉണ്ട്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. അതാണ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഓക്കെ, അപ്പൊ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. കണ്ടോ, അപ്പൊ ഇവിടെ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം 3 നോക്കിയാൽ നമുക്ക് കാണാം ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പറിലാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ ഹൈഡ്രജൻ, ഓർഡിനറി ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം ആണ്. ഓക്കെ, ഡ്യൂറ്റീരിയത്തിന് നമ്മൾ ഹെവി ഹൈഡ്രജൻ എന്നാണ് പറയാ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല, ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ, അതാണ് നമ്മുടെ നോർമൽ ഹൈഡ്രജൻ. അതേസമയം ഡ്യൂറ്റീരിയം പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രോൺ ഉണ്ട്, ഒരു ന്യൂട്രോൺ, അതാണ്. അപ്പൊ അതിന്റെ മാസ് നമ്പർ 2 എന്ന് പറയും. ട്രിഷ്യം ആകുമ്പോൾ മാസ് നമ്പർ 3, അപ്പോ 2 ന്യൂട്രോൺസ് ഉണ്ടാവും. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഈ ട്രിഷ്യം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ ഉണ്ട്. അതില് ഹെവി ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഡ്യൂറ്റീരിയം, റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ ആണ് ട്രിഷ്യം, സാധാരണ ഹൈഡ്രജൻ, ഓർഡിനറി ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡൈഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്, അതായത് H2 ആയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഡൈഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാം? അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്, മെറ്റലും ആസിഡും കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. അപ്പൊ നമുക്ക് സിങ്കും HCl കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൈഹൈഡ്രജൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അക്വസ് ബാരിയം ഹൈഡ്രോക്സൈഡിന്റെ ഇലക്ട്രോളിസിസ്. നിക്കൽ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ബാരിയം ഹൈഡ്രോക്സൈഡിന്റെ ഇലക്ട്രോളിസിസ് വഴി അവിടെ ഹൈഡ്രജൻ വരുന്നുണ്ട്. പിന്നെ കോസ്റ്റിക് സോഡയുടെ മാനുഫാക്ചറിനകത്ത് ഹൈഡ്രജൻ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് NaOH. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഹൈഡ്രോ കാർബൺസിന്, അതായത് മീഥേൻ, ഈഥേൻ പോലെയുള്ള ഹൈഡ്രോ കാർബൺസും സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷനിൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡിന്റെയും ഒരു മിക്സ്ചർ കിട്ടും. അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഹൈഡ്രോ കാർബൺസും സ്റ്റീമും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക്
കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും ഒരു മിക്സ്ചർ കിട്ടും. ഇതിനെ നമ്മൾ വാട്ടർ ഗ്യാസ് അഥവാ സിൻ ഗ്യാസ് അഥവാ സിന്തസിസ് ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ്. ഹൈഡ്രോ കാർബൺസ് ഓൺ റിയാക്ഷൻ വിത്ത് സ്റ്റീം ഗിവ്സ് ഹൈഡ്രജൻ. അപ്പൊ അതിന്റെ കൂടെ ആര് വരുന്നുണ്ട്? കാർബൺ മോണോക്സൈഡ്. അപ്പൊ ആ ഒരു മിക്സ്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കും. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് വാട്ടർ ഗ്യാസ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് വാട്ടർ ഗ്യാസ് വരുന്നത്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ. അപ്പൊ ഈ നാല് രീതിയിൽ നമുക്ക് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ലാബിലൊക്കെ നമ്മൾ ഈ ഒരു സിങ്ക് HCl എന്നുള്ള പ്രോസസ്സ് നമുക്ക് ലാബിലൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ഹൈഡ്രജൻ H സിംഗിൾ ബോണ്ട് ആണ് ഡൈഹൈഡ്രജൻ കേട്ടോ. അപ്പൊ ഈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി വളരെ ഹൈ ആണ്. അതായത് ഈ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അറ്റോമിക് ഹൈഡ്രജൻ കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ഹൈ എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഹൈ ബോണ്ട് എനർജി ആണ് ഇതിനുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡൈഹൈഡ്രജന്റെ പ്രിപ്പറേഷനും വരുന്നത്. ഇനി നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് വാട്ടർ. വാട്ടർ മെയിൻ ആയിട്ട് നമുക്ക് സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടർ എന്നും പറയാം. അതായത് ഒരു soluble സോൾട്ടും ഇല്ലാത്ത വാട്ടർ, വാട്ടർ വിച്ച് ഈസ് ഫ്രീ ഫ്രം soluble salts ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, അങ്ങനെയുള്ള വാട്ടർ ആണ് നമ്മുടെ സോഫ്റ്റ് വാട്ടർ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ എന്തുണ്ട്? ഒരു soluble salts ഉണ്ടാവില്ല. കാൽഷ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ഒരു സാൾട്ടുകളും ഇല്ലാത്ത വാട്ടർ ആണ് സോഫ്റ്റ് വാട്ടർ. ഓക്കെ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും എല്ലാ സാൾട്ടുകൾ അതിനകത്ത് ഉണ്ടാവും. അത് ഏതൊക്കെ ഫോമിലാണ് ഉണ്ടാവുക? ക്ലോറൈഡോ സൾഫേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റിന്റെ ഫോമിലുള്ള സാൾട്ടുകളായിട്ട് ഈ കാൽഷ്യവും മഗ്നീഷ്യവും വാട്ടറിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹാർഡ് വാട്ടർ. അപ്പൊ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും പഠിക്കുക. എന്താണ് ഹാർഡ് വാട്ടർ, എന്താണ് സോഫ്റ്റ് വാട്ടർ എന്ന് പഠിക്കണം. ഓക്കെ. അപ്പൊ ഈ സോഫ്റ്റും ഹാർഡ് വാട്ടറിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് വാട്ടർ നമുക്ക് വാഷിംഗ് പർപ്പസിനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഹാർഡ് വാട്ടർ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഈ ഹാർഡ് വാട്ടർ സോപ്പിനകത്ത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ലാത്തർ ഫോം ചെയ്യില്ല. ഓക്കെ. സോഫ്റ്റ് വാട്ടർ മാത്രമാണ് സോപ്പുമായിട്ട് ലാത്തർ ഫോം ചെയ്യുള്ളൂ, അതായത് ഫോം ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. സോഫ്റ്റ് വാട്ടർ മേക്സ് ലാത്തർ വിത്ത് സോപ്പ്. ഹാർഡ് വാട്ടർ ആണെങ്കിൽ ലാത്തർ ഫോം ചെയ്യില്ല. ഓക്കെ. പിന്നെ ഹാർഡ് വാട്ടർ സോപ്പിനകത്തെ സ്റ്റീരിയേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ സോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഡിയം സ്റ്റീരിയേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ഹാർഡ് വാട്ടർ റിയാക്ട് ചെയ്തിട്ട് അവിടെ കാൽഷ്യം മഗ്നീഷ്യം സ്റ്റീരിയേറ്റിന്റെ പ്രസിപ്പിറ്റേറ്റുകൾ ഉണ്ടാകുന്നു. അവിടെ വേറൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വാട്ടറും സോപ്പുമായിട്ടുള്ള റിയാക്ഷൻ സോഫ്റ്റ് വാട്ടർ പോലെയല്ല, വേറെ തരത്തിലാണ്. കാരണം എന്താ? ഹാർഡ് വാട്ടറിൽ ഈ പറഞ്ഞ കാൽഷ്യം മഗ്നീഷ്യത്തിന്റെയും വേറെ സോൾട്ടുകളെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഹാർഡ് വാട്ടറിനെ നമുക്ക് വാഷിംഗ് പർപ്പസിനോ അതേസമയം ബോയിലേഴ്സിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആ പോയിന്റ്സ് ഓർത്തു വെക്കാം. സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ ലാത്തർ ഫോം ചെയ്യും, ഹാർഡ് വാട്ടർ ആണെങ്കിൽ ലാത്തർ ഫോം ചെയ്യില്ല. അതേസമയം ചില പ്രസിപ്പിറ്റേറ്റുകൾ സ്കമ്മ ഫോം ചെയ്യും. ഓക്കെ. അതെന്താണത്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സ്റ്റീരിയേറ്റ് ആണ് ആ ഒരു പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ് വാട്ടറിന്റെ ഹാർഡ്നെസ് രണ്ട് തരത്തിലാവാം. ഒന്നാമത്തെയാണ് ടെമ്പററി ഹാർഡ്നെസ്, രണ്ടാമത്തെയാണ് പെർമനന്റ് ഹാർഡ്നെസ്. ഓക്കെ. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സോൾട്ടുകളാണ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. ആ സോൾട്ടുകൾ ബൈകാർബണേറ്റിന്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നു. അതേസമയം ക്ലോറൈഡോ സൾഫേറ്റോ ആണെങ്കിൽ നമ്മൾ അതിനെ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ കാൽഷ്യം ഓർ മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ആണുള്ളെങ്കിൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. അതേസമയം കാൽഷ്യം ഓർ മഗ്നീഷ്യത്തിന്റെ ക്ലോറൈഡോ സൾഫേറ്റോ ആണ് ഹാർഡ് വാട്ടറിൽ ഉള്ളത് എങ്കിൽ അത്
പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. ഹാർഡ്നെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് രണ്ട് രീതിയിൽ റിമൂവ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് ക്ലർക്സ് പ്രോസസ് അഥവാ ക്ലർക്സ് മെത്തേഡ്. രണ്ടാമത്തെയാണ് നമ്മുടെ ബോയിലിംഗ്. അപ്പോൾ വെറും ബോയിലിംഗ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്നെസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. ബോയിലിംഗ്, ടെമ്പററി ബോയിലിംഗ്. ഓക്കെ, ക്ലർക്സ് മെത്തേഡിൽ നമ്മൾ ലൈം അതായത് നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ടാണ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാൽഷ്യം മഗ്നീഷ്യത്തിന്റെയും സോൾട്ടുകൾ കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ ക്ലർക്സും ബോയിലിംഗും ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഇനി പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. കാൾഗൻസ് മെത്തേഡ് ഉണ്ട്, സിന്തറ്റിക് റെസിൻ മെത്തേഡ് ഉണ്ട്, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്, വാഷിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. മെത്തേഡ്സ് ടു റിമൂവ് പെർമനന്റ് ഹാർഡ്നെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് കാൽഗൻസ് മെത്തേഡ്. കാൽഗൻസ് മെത്തേഡിൽ നമ്മൾ കാൽഗൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ് കാൽഗൻ? ഇറ്റ് ഈസ് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്. പേരോർത്ത് വെക്കുക കേട്ടോ. അപ്പൊ Na6P6O18 എന്ന് പറയുന്ന കാൽഗൺ ഹാർഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് ആനയോൺ ഫോം ചെയ്യുന്നു. ഈ കോംപ്ലക്സിനകത്ത് നമ്മുടെ മെറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽഷ്യം മഗ്നീഷ്യം ആ മെറ്റലുമായിട്ടാണ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഹാർഡ്നെസ്സിന് അത് കാരണമാവാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. അപ്പൊ കാൽഗൺ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെറ്റലുമായിട്ട് കാൽഗൺ ഒരു കോംപ്ലക്സ് ആനയോൺ ഫോം ചെയ്യുന്നു. അതുവഴി നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് കാൽഗൻസ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിന്തറ്റിക് റെസിൻ മെത്തേഡ്. ഇതിലും ഇതേപോലെ നമ്മൾ ആ ഒരു ഹാർഡ്നെസ്സിന് കാരണമാകുന്ന അയോണിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കാറ്റയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണ്. അപ്പം നമ്മുടെ കാൽഷ്യത്തിനും മഗ്നീഷ്യത്തിനും പകരം നമ്മൾ സോഡിയം വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കാൽഷ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും മാറ്റിയിട്ട് അവിടെ സോഡിയം വരുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് വാട്ടർ എന്താക്കി മാറ്റാം? സോഫ്റ്റ് ആക്കി മാറ്റാം. നെക്സ്റ്റ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഇതിലും നമ്മൾ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സിയോലൈറ്റ് അഥവാ പെർമ്യൂട്ടേറ്റ് പ്രോസസ് എന്നും വിളിക്കാറുണ്ട്. കാരണം നമ്മൾ ആഡ് ചെയ്യുന്നത് സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആണ്. ഓക്കെ, സിയോലൈറ്റ് ആണ്. അത് നമ്മൾ ഹാർഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള ആ ഒരു അയോൺസിനെ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് മെത്തേഡ് ആണ് നമ്മുടെ വാഷിംഗ് സോഡ, അതായത് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യാം. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇൻസോലുബിൾ ആയിട്ടുള്ള കാർബണേറ്റ്സ് പുറത്തേക്ക് വരും. അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ആ പ്രസിപ്പിറ്റേറ്റിനെ റിമൂവ് ചെയ്യാം, അതുവഴി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഏതൊക്കെ മെത്തേഡ് ഏത് തരം ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ട്സിന്റെ പേരുകള്, ഓക്കെ, ടെമ്പററി പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്ന സോൾട്ടുകള്, ഇതൊക്കെയാണ് നമ്മൾ ആ പേരുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റി പഠിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ H2O2 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെന്റ്സിലൊക്കെ റെലവെന്റ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഡിസിൻഫെക്റ്റന്റ് ആണ്. അപ്പൊ ആന്റിസെപ്റ്റിക് ആയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന് ഉപയോഗിക്കാം. അപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പെർഹൈഡ്രോൾ എന്ന പേരിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ പെർഹൈഡ്രോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ്. ഓക്കെ, ഇതൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും. ടെക്സ്റ്റൈൽ പേപ്പർ ഇൻഡസ്ട്രിയിൽ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഡിറ്റർജന്റിന്റെ മാനുഫാക്ചർ, അതായത് സോഡിയം പെർബോറേറ്റ്, പെർകാർബണേറ്റ് എന്നിങ്ങനെയുള്ള ഡിറ്റർജൻസിന്റെ മാനുഫാക്ചറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതിന്റെ ഒക്കെ സിന്തസിസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസസ് ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു കളർലെസ് അല്ലെങ്കിൽ പെയിൽ ബ്ലൂ കളറിലുള്ള ഒരു ലിക്വിഡ് ആണ്. ഇറ്റ് ഈസ് മിസിബിൾ വിത്ത് വാട്ടർ. 100 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്
ഒരു 30% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. pH വാല്യൂ ഏകദേശം ഒരു 4.5 റേഞ്ചിൽ വരും. ഓക്സിഡൈസിങ്ങും റെഡ്യൂസിങ് ഏജന്റ് രണ്ടുമായിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡിനെ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്ട്രക്ചർ നോക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് നോൺ പ്ലാനാർ ആയിട്ടുള്ള ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ, അതായത് ഒരു പുസ്തകം തുറന്നു വെച്ചതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത്. ഓക്കെ, ഇനി ഗ്യാസ് ഫേസിലും സോളിഡ് ഫേസിലും സ്ട്രക്ചർ സെയിം ആണെങ്കിലും ഡൈമെൻഷൻസിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഈ ഡൈഹീഡ്രൽ ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത് ഒക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ഫേസിലും ചെറിയ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഡൈമെൻഷൻസ് ഇൻ ഡിഫറെന്റ് ഫേസ്. ജസ്റ്റ് ഈ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തും ഡൈഹീഡ്രൽ ആംഗിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ബാരിയം പെറോക്സൈഡിന് BaO2 8H2O ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബാരിയം പെറോക്സൈഡിനെ അസിഡിഫൈ ചെയ്യാം. അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടും. ഇതിനകത്ത് വരുന്ന എക്സസ് വാട്ടർ നമുക്ക് ഹൈ പ്രഷറിൽ ഇവാപറേഷൻ വഴി റിമൂവ് ചെയ്യാം. അപ്പോൾ ബാരിയം പെറോക്സൈഡിനെ അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടും. അതൊരു മെത്തേഡാണ്. പിന്നുള്ള ഒരു മെത്തേഡ് 2 ആൽക്കൈൽ ആന്ത്രോക്വിനോൾസിന് ഓട്ടോ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴും അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മെത്തേഡാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ വരുന്നത്. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിന്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഗ്ലാസ് വെസൽസിലോ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മെറ്റലിന്റെ സാന്നിധ്യം, ആൽക്കലിയുടെ സാന്നിധ്യം ഒക്കെ ഉണ്ടെങ്കിലും ഈ ഡീകമ്പോസിഷൻ കാറ്റലൈസ് ചെയ്യപ്പെടും. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് എപ്പോഴും വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് വെസലിലോ ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അതും ഡാർക്ക് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡാർക്ക് കണ്ടീഷനിൽ പ്ലാസ്റ്റിക് വെസലിലോ വാക്സ് ലൈനിങ് ഉള്ള ഗ്ലാസ് വെസലിലോ ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ കാരണം? ലൈറ്റിന്റെ പ്രസൻസിൽ അത് സ്ലോലി ഡീകമ്പോസ് ചെയ്യും. ഇനി മെറ്റലിന്റെ സർഫസോ അല്ലെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ അതിലൊരു ചെറിയ ആൽക്കലിയുടെ ട്രേസോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഡീകമ്പോസിഷൻ അവിടെ കാറ്റലൈസ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു റിയാക്ഷന്റെ സ്റ്റെബിലൈസർ ആയിട്ട് നമുക്ക് യൂറിയനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന്റെ ഇതിൽ സ്റ്റെബിലൈസർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് യൂറിയാണ്. പിന്നെ അതിനെ എപ്പോഴും പ്ലാസ്റ്റിക് വെസൽസിൽ ഡാർക്കിലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാരണവും ഓർത്തു വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ ഭാഗമാണ് ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകൾ. ഹൈഡ്രജന്റെ കോമ്പൗണ്ട്സിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്സ് എന്ന്. ഈ ഹൈഡ്രൈഡ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ്, കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്, ലാസ്റ്റ് വൺ മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഒരുവിധം എല്ലാ എലമെന്റ്സുമായിട്ടും ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ടുള്ള ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അയോണിക് ഹൈഡ്രൈഡ്സിൽ ഉൾപ്പെടുത്തുന്നത്. അവര് ക്രിസ്റ്റലൈൻ ആയിരിക്കും, നോൺ വോളറ്റൈൽ ആയിരിക്കും, അതേപോലെ തന്നെ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്റ്റിംഗ് ആയിരിക്കും. വാട്ടറുമായിട്ട് വിഗ്രസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഉള്ളത്. എക്സാമ്പിൾസ് വരുന്നത് ലിഥിയം, ബെറിലിയം, മെഗ്നീഷ്യം ഹൈഡ്രൈഡുകൾ. ഓക്കെ, ഇനി പി ബ്ലോക്കിലുള്ള എലമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് കോവാലന്റ് ഹൈഡ്രൈഡ്സിൽ വരുന്നത്. ഇവര് വോളറ്റൈൽ ആയിരിക്കും. ഇതിനെ തന്നെ നമ്മൾ മൂന്ന് രീതിയിൽ പറയുന്നുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ടുകൾ ഉണ്ട്, ഇലക്ട്രോൺ പ്രിസൈസ് ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് ഉണ്ട്. അതായത് ഇലക്ട്രോൺ കുറവുള്ളവരാണ് ഈ ഡെഫിഷ്യന്റ് ആയിട്ട്. അത് ഗ്രൂപ്പ് 13 ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം. എക്സാമ്പിൾ ഡൈബോറൈൻ. ഇനി ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറയുന്നത് കറക്റ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ട് ഫോം ചെയ്യാനുള്ള കറക്റ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരാണ് പ്രിസൈസ്. അത് 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരും ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പൗണ്ടുകൾ. എക്സാമ്പിൾ മീഥൈൻ, CH4 അതായത് കാർബണുമായിട്ടുള്ള ഹൈഡ്രജന്റെ കോമ്പൗണ്ട്. ഓക്കെ, ഡൈബോറൈൻ എന്ന് പറയുമ്പോൾ ബോറോണുമായിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഇലക്ട്രോൺ റിച്ച്, അതായത് 15, 16, 17 ഗ്രൂപ്പുകളും ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക്
ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പൊ ഇവര് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. എക്സാമ്പിൾ അമോണിയ, നൈട്രജനുമായിട്ടുള്ള ഹൈഡ്രജന്റെ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പുകാരെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ജസ്റ്റ് അതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, CH4NH3H2O ഇതൊക്കെ കോവാലന്റ് ഹൈഡ്രൈഡ്സിൽ ഉൾപ്പെടും. ഇനി വരുന്നത് മെറ്റാലിക് അഥവാ നോൺ സ്റ്റോഷിയോമെട്രിക്. കണ്ടോ, നോൺ സ്റ്റോഷിയോമെട്രിക്, അതായത് കൃത്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഇല്ല, സ്റ്റോഷിയോമെട്രി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നോക്കിയേ, ടൈറ്റാനിയത്തിന്റെ ഹൈഡ്രൈഡ് ആവുമ്പോൾ കണ്ടോ 2 ഹൈഡ്രജൻ തികച്ചില്ല. അപ്പൊ വനേഡിയത്തിന്റെ ആവുമ്പോൾ 1 ഹൈഡ്രജൻ തികച്ചില്ല. അതാണ് ഇങ്ങനെ നോൺ സ്റ്റോഷിയോമെട്രിക് ആയിട്ടുള്ളത് വരുന്നത്. അപ്പൊ അത് വരുന്നത് മെറ്റാലിക് ഹൈഡ്രൈഡ്സിന്റെ കീഴിലാണ് കേട്ടോ. അപ്പൊ ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ആയിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് ഇതിൽ വരുന്നത്. ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവരായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവരെ കാറ്റലിറ്റിക് റിഡക്ഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇവരെ മുമ്പ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈ മെറ്റാലിക് ഹൈഡ്രൈഡ്സിനെ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈഡ്രജൻ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.